വെൽക്കം ടു 5 എൻ്റെ പേര് രാകേഷ്. ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ കൂന്തൽ വറുത്തരച്ചതാണ്. നമുക്ക് കൂന്തൽ വറുത്തരച്ച വിഭവത്തിലോട്ട് പോകാം. പാൻ നല്ല ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആദ്യമായി കോക്കനട്ട് ഓയിൽ അല്പം ഒഴിക്കും. അതിനുശേഷം ഇതിനകത്തേക്ക് ഷാലറ്റ്സ്, ചെറുള്ളി, അത് അല്പം ഇടുക. ചെറുള്ളിക്ക് ശേഷം അതിനകത്ത് കുറച്ച് കൊറിയാണ്ടർ സീഡ്സ് നല്ലോണം മൂത്തതിന് ശേഷം മാത്രം അതിനകത്ത് കർലീസിന് ശേഷം നമ്മൾ വറുത്തരപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന തേങ്ങ. ആദ്യം നമുക്ക് തേങ്ങ വറുത്ത് മാറ്റുക. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായതിന് ശേഷം ഇതിനകത്തേക്ക് തീന്ന് മാറ്റി വെച്ചതിന് ശേഷം മസാലകൾ ഇടുക. മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ മുളക് പൊടി. ചെറിയ ഫയറി ഒന്നുകൂടി ചെറുതായിട്ട് മൂപ്പിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പേസ്റ്റ് അരയ്ക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കൂന്തൽ വറുത്തരച്ച കറി ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ ഗ്രേവി, അതിനുള്ള അരപ്പാണ് നമ്മളിപ്പോൾ നേരത്തെ അരച്ച് മാറ്റിയത്. ആദ്യമേ ഇതിനകത്ത് നേരത്തെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായ പാനിലോട്ട്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആയ കുറച്ച് ഉലുവ നല്ലോണം മൂത്ത് പൊട്ടുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അല്പം കടുക് ഇടുക. എന്നിട്ട് കടുക് പൊട്ടി തുടങ്ങിയ ശേഷം കറിവേപ്പിലയും ചില്ലി ഇടുക. ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ഗ്രീൻ ചില്ലി, 1/2 ടീസ്പൂണോളം ഗാർലിക്ക്, 1/4 ടീസ്പൂൺ ജിഞ്ചറും. ജസ്റ്റ് കുറച്ചൊന്ന് മൂത്തതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് ചെറുള്ളി അരിഞ്ഞത്. ചെറുള്ളിന് നല്ല മൂത്തതിന് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുള്ളി ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതിനകത്തേക്ക് മസാല നമുക്ക് ഇടാം. മസാലകൾ നേരെ ചെയ്തിട്ട് അതേ മസാലയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഒന്ന് മൂത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇടാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം നിറച്ചതിന് ശേഷം ആവശ്യത്തിന് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ വറുത്തരച്ച് ഏർപ്പെടുത്തിരുന്ന ആ അരച്ച പേസ്റ്റാണിത്. ഈ പേസ്റ്റ് ആവശ്യത്തിന് ഇതിടുക. ആദ്യം നമ്മൾ വറുത്തിരുന്ന തേങ്ങ പേസ്റ്റാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ആവശ്യത്തിന് ശേഷം ഗ്രേവി ചെയ്തുകൊണ്ട് ഡയലൂട്ടായി നല്ലൊരു തിക്ക് പരുവത്തിലെത്തിക്കുക. ഇതിനകത്തേക്ക് അല്പം കുടംപുളി വെള്ളം, 1-2 കുടംപുളി ഇട്ടാലും നല്ലതാണ്. പുളി നോക്കി ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഗ്രേവിയിലേക്ക് ഏതാണ്ട് പുളി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ കൂന്തൽ, നമ്മൾ അരിഞ്ഞ് വെച്ചെങ്കിൽ കൂന്തലാണിത്, ഇതിനകത്തേക്ക് ഇടുക. ഗ്രേവി പുളി ഇറങ്ങിയതിന് ശേഷം മാത്രമേ കൂന്തലിടുക. കാരണം കൂന്തൽ വേകാൻ വലിയ ടൈം വേണ്ട. 2-3 മിനിറ്റ് കൊണ്ട് കൂന്തൽ വെന്ത് മാറും. ഏതാണ്ട് 2-3 മിനിറ്റ് ചെയ്യുന്നുണ്ട്. കൂന്തൽ ഏതാണ്ട് വേവ് പരുവത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് പോർഷൻ ബോളിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്കിതിന് ഗാർണിഷ് ആയിട്ട് നമുക്ക് തടുക്കി അടിച്ച് കൂടെ ഇട്ടുകഴിഞ്ഞാൽ ചെറിയൊരു തടുക്കി അടിച്ച് നമ്മൾ പുറത്തടിച്ച് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് തടുക്കാം. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗാർണിഷുമായി ഊണിനൊക്കെ മനോഹരമായൊരു ഡിഷാണ്. എല്ലാവർക്കും ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ കൂന്തൽ വറുത്തരച്ചത്. ഇത് ഏറ്റവും ടേസ്റ്റിയായ ഫുഡുമാണ്. ഉച്ചയൂണിന് നമുക്ക് കഴിക്കാവുന്നതും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്ത് മാറ്റാവുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.